നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ദന്തൽ ഹെൽത്ത്. ദന്തൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് സംബന്ധമായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അല്ല, പല്ലിന് പ്രത്യേക ആരോഗ്യമൊന്നുമില്ല. ഇത് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലും പല്ലും എന്ന് പറയുന്ന ഒന്നാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന സബ്ജക്റ്റ് 3 ഒന്ന് ഓർത്തോ, 2 ഗ്യാസ്ട്രോ, പിന്നെ ബാക്കി എല്ലാ പ്രതിരോധ ശക്തിയും വരുന്നത്. അപ്പോൾ ഓർത്തോ ആണ് യഥാർത്ഥത്തിൽ. ഈ ഓർത്തോ എന്ന് പറയുന്നത് ദന്തൽ തന്നെയാണ്. അപ്പോൾ ഡെന്റിസ്റ്റ്, ഓർത്തോ ആൻഡ് ഗ്യാസ്ട്രോ, ഇത് 3ഉം റിലേറ്റഡ് ആണ്. എന്ന് പറയാൻ നമ്മൾ മനുഷ്യ എല്ലാ ഭാഗങ്ങളും റിലേറ്റഡ് ആണ്. അപ്പം ഈ എല്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്താണ് ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം പ്രധാനമായിട്ട്. അപ്പോൾ എല്ലെന്ന് പറയുന്നത് തന്നെയാണ് പല്ലും എല്ലും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടോട്ടലായിട്ടുള്ള ഒരു ബോഡി സംരക്ഷണത്തിന് ഈ എല്ലിനെ പോലെ തന്നെ പ്രാധാന്യമാണ് പല്ലിനും. അപ്പോൾ ഈ പല്ല് ഉറപ്പിച്ചിരിക്കുന്നത് തന്നെ എല്ലായിട്ടുള്ളവർക്ക് തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ഏറ്റവും പ്രധാനം നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്നെങ്കിൽ തന്നെയും എത്രയും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അതൊരു അപ്രധാനമായിട്ടാണ് ആളുകൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാകുന്നത് ഈ കാൽസ്യം കുറവ് കൊണ്ടാണ് പല്ലിനുണ്ടാകുന്ന ഒരു 99% ഉണ്ടാകുന്നത്. കാരണം നമുക്ക് വേണ്ടത്ര കാൽസ്യം കുട്ടിക്കാലം തൊട്ടേ കിട്ടുന്നില്ല. അത് നമ്മുടെ സൊസൈറ്റി, അതുപോലെ നമ്മുടെ ഡോക്ടർമാർ ബോധവാന്മാരാക്കുന്നില്ല, സൊസൈറ്റി ബോധവാന്മാരും ഒക്കത്തില്ല. അത് ഒരു ചെറിയൊരു ഉദാഹരണം. ഇപ്പം നമ്മളൊരു ഇന്ത്യൻ കുട്ടിയെയും യൂറോപ്യൻ കുട്ടിയും എടുക്കുക. ഇന്ത്യൻ കുട്ടിക്ക് ഈ പല്ല് കാരീസ് ഓഫ് ടീത്ത്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പുഴുപ്പല്ലുണ്ടാവും. അതേസമയം യൂറോപ്യൻ കുട്ടിക്ക് ഉണ്ടാകത്തില്ല. അതിൻ്റെ കാരണം അവരുടെ സംരക്ഷണം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു അമ്മ ഗർഭിണിയായി കഴിഞ്ഞാൽ തന്നെയും ഈ കാൽസ്യം ഡബിളാണ് ആവശ്യം. കാരണം അമ്മയ്ക്ക് കാൽസ്യം ആവശ്യമുണ്ട്, കുഞ്ഞിനും ആവശ്യമുണ്ട്. അപ്പോൾ ആ കാൽസ്യം വേണ്ടത്ര കാൽസ്യം ബോഡി ചേരുന്നില്ല. അത് കാൽസ്യം കണ്ടൻറ്റുള്ള ഒരുപാട് ഫ്രൂട്ട്സ്, ഒരുപാട് ആഹാരമുണ്ട്. പക്ഷേ അതിൽ നമുക്ക് മാത്രമായിട്ട് കിട്ടത്തില്ല. അതിനെ നമ്മൾ സപ്ലിമെൻറ്റ് തന്നെ കഴിക്കണം, കാൽസ്യം സപ്ലിമെൻറ്റ് തന്നെ കഴിക്കണം. അപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. സാധാരണ കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവും പെട്ടെന്ന്. അതിനകത്ത് വൈറ്റമിൻ K2-7 എന്നുള്ള ഒരു കോമ്പിനേഷനും കൂടെ ഉണ്ടെങ്കിൽ അത് 100% അത് അബ്സോർവ് ചെയ്യും. അപ്പോൾ അതാണ് സേഫ്. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പല്ലിനെ എന്തെല്ലാം ബാധിക്കാം? പല്ലിന് പ്രധാനമായിട്ട് വരുന്നത് കാരീസ് ഓഫ് ടീത്ത്, ഈ പല്ലിൻ്റെ തേയ്മാനം അല്ലെങ്കിൽ പല്ലിനുണ്ടാകുന്ന പോട്, ഇതിൻ്റെ എല്ലാം സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽസ്യത്തിൻ്റെ കുറവ് തന്നെയാണ്. അത് നമുക്ക് സപ്ലിമെൻറ്റ്സ് തന്നെ വരും. ഇപ്പോൾ ദന്തിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ദന്തത്തിൽ ഒരുപാട് സ്പെഷ്യലൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനേക്കായി നല്ലത് ആ കേട് വന്ന പല്ല് എടുത്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിയുന്നത് അത് അടച്ചു നോക്കണം. അടച്ചാലും നിൽക്കാൻ പറ്റാത്ത ഒരു കേസാണെങ്കിൽ ആ ഡോക്ടർ തന്നെ ചെയ്യേണ്ടതാണ്. അതിനത് ഈ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ എടുത്ത് കളയുന്നതായിരിക്കും സേഫ്. ഇപ്പോൾ ചില ആളുള്ളത് ക്രൗൺ ചെയ്യും, പിന്നെ പല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ല. വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് രോഗാണുക്കൾ കയറി ഇരുന്നിട്ട് അത് വേദന ഉണ്ടായിക്കൊണ്ട് അവസാനം നമ്മളത് കൂടെ റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എക്സ്പെർട്ടായിട്ടുള്ളൊരു ഡെൻ്റൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ അവർ പലതും പറയുന്നെങ്കിൽ തന്നെ ഇതിൻ്റെ രത്ന ചുരുക്കമാണ് ആ പല്ലുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെങ്കിൽ അത് എടുത്ത് കളയുന്നത് തന്നെയാണ്. പിന്നെ ചില ആൾക്ക് പല്ലിൻ്റെ മോണയ്ക്ക് മസിൽ കാണില്ല. അപ്പോൾ മസിൽ കയറാനുള്ള പ്രോട്ടീൻ ആവശ്യമുള്ളത് അത് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ ഇത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കാൽസ്യമാണ്. അപ്പോൾ ഒരു ജനറൽ ഫിസിഷ്യനെ കാണിക്കുന്നതും കുഴപ്പമില്ല. പിന്നെ ഒരു പീഡിയാട്രിക്സ് ആളിനൊക്കെ ഡോക്ടറെ കാണിക്കുന്നതിനും കുഴപ്പമില്ല. അവർ കുട്ടിക്കാലം തൊട്ട് തന്നെ കാൽസ്യം സിറപ്പൊക്കെ കൊടുക്കും. അതുകൊണ്ട് വളരെ പ്രയോജനം ചെയ്യും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാനൊക്കില്ല. പിന്നെ ഇത് ഗ്യാസ്ട്രോയിഡ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡറാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ചവച്ച് അരച്ച് കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആഹാരം വളരെ സാവധാനം കഴിക്കാൻ പാടുള്ളൂ. അതായത്
ഹാഫ് ഡൈജസ്റ്റൻ മസ്റ്റ് ബി ഇൻ അവർ മൗത്ത് എന്നാണ്. പകുതി ദഹനം നമ്മുടെ വായിൽ നടക്കണം, എങ്കിലേ അകത്തോട്ട് പോയിട്ട് ഇത് അബ്സോർഷൻ നടക്കത്തുള്ളൂ. കാരണം ഈ വായിൽ നിന്ന് ആഹാരം താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പല്ലൊന്നുമില്ല, പിന്നെ അത് ദഹിക്കാതെ അങ്ങനെ പോകും. ഇപ്പോൾ ചില മാതാപിതാക്കൾ വളരെ പെട്ടെന്ന് കഴിക്കാൻ പറയും, അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ വളരെ സാവധാനമേ കഴിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ സാവധാനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഫുഡ് മാത്രം മതിയാവും. പിന്നെ അതിന് ഏറ്റവും പ്രധാനം അതിനകത്തുള്ള വൈറ്റമിൻസ് എല്ലാം സാവധാനം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ അബ്സോർഷൻ കൂടുതൽ നടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനം. കാരണം പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും, പിന്നെ നമുക്ക് മനസ്സിനെയും തന്നെ ബാധിക്കും. കാരണം അത് ഇൻഡോറബിൾ പെയിനാണ്. പിന്നെ ചില ആൾക്ക് ഈ പിന്നെ കാരീസ് ഓഫ് ടീത്ത് പോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് അതിൻ്റെ ഇനാമിലിളവും. അപ്പോൾ അതിനും നല്ല കൂടിയ കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ ആ ഇനാമിൻ്റെ മാറും. ഇനാമിലിളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചവെള്ളവും ചൂടുവെള്ളവും ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല. പിന്നെ മിക്കവാറുമുള്ള പുളിപ്പുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാം പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ കാൽസ്യം കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ സപ്ലിമെൻറ്റ്സ് അത് എക്സസ് ആവാനും പാടില്ല. അപ്പോൾ ഒരു എക്സ്പെർട്ട് ഡോക്ടറെ കണ്ട് അവരുടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ചെയ്യുക. എന്നിരുന്നാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്ന കാൽസ്യം ടാബ്ലറ്റിനകത്ത് വൈറ്റമിൻ K2-7 കൂടെ ഉള്ളതേ വാങ്ങിക്കാവൂ. മറ്റുള്ള വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗുണത്തിന് പകരം ദോഷം ചെയ്യും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, അതിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. ബൈപ്പാസ് സർജറി കൊണ്ടും ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും പേഷ്യൻറ്റിന് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്, ആവശ്യമില്ലാത്തതാണ്. പക്ഷേ 10% ആവശ്യമുണ്ട്. പക്ഷേ ഇതെൻ്റെ വാക്കല്ല, WHO വാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിവിധി എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന ലേസർ തെറാപ്പി എന്ന് പറയും. ആ ലേസർ തെറാപ്പി നമ്മുടെ ഈ മെഡിക്കൽ സെൻറ്ററിൽ അവൈലബിളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ഹാർട്ട് ബ്ലോക്കുള്ള പേഷ്യൻറ്റിന് ജോലിക്ക് പോകാൻ സാധിക്കും. കാരണം ആ ഫസ്റ്റ് സിറ്റിംഗ് കൊണ്ട് ഒരു 5 തൊട്ട് 10% വരെയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അത് അതിശയോക്തിയില്ല, അത് പിന്നെ പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്നതാണ്. അതിൻ്റെ ഉദാഹരണത്തിന് എൻ്റെ പ്രമാദമായ ചില പേഷ്യൻസ് മാർത്താണ്ഡ മഹാരാജിൻ്റെ മകൻ പത്മനാഭവർമ്മ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഴയ ഇന്ത്യൻ ഫോർമർ പ്രസിഡൻറ്റ് കെ.ആർ. നാരായണ സാറ്, പിന്നെ അതുപോലെ ജിമ്മി കോർട്ടർ, അമേരിക്കൻ പ്രസിഡൻറ്റ്. നാരായണ സാറിന് ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഞാനിവിടെ രാഷ്ട്രപതി പോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ആദ്യം ഒരു ബൈപ്പാസ്, രണ്ടാമത് ചെയ്യാനൊക്കില്ല. അവർ ഇത്രയും എഫക്റ്റീവാണ്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്കൊരു വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.